രാഷ്ട്രീയ ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് UDF ജനറൽ ബോഡി യോഗത്തിൽ ആഞ്ഞടിച്ച് ജി സുധാകരൻ. ചെറ്റ എന്നത് അടിസ്ഥാന വർഗം താമസിക്കുന്ന സ്ഥലം. 18 വയസ്സ് വരെ താൻ താമസിച്ചതും ചെറ്റപ്പുരയിലാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമുണ്ട്. ഇടതുപക്ഷത്തെ ആരും തോൽക്കാത്ത ധർമ്മടത്താണ് പിണറായി ജയിക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. അതെന്റെ ഗുരുത്വമാണ്. എന്റെ ഗുരുത്വം വിമർശിക്കും, പക്ഷേ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യമെന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓടാട്ടുകാർ ഇവിടെയും കാണും ചെറ്റപ്പുര എന്നൊരു പ്രയോഗം. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ. പാവപ്പെട്ടവന്റെ വീടാണത്, അടിസ്ഥാന വർഗത്തിന്റെ പെരയാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ഞാനൊരു 10-12 വയസ്സ് വരെ ഓലമേഞ്ഞ മൺകട്ട കൊണ്ട് ഭിത്തി ഉണ്ടാക്കിയ എൻ്റെ അമ്മ ചാണകം ചേർത്ത് മെഴുകുന്ന അവിടെ തന്നെ ആകെ 2 മുറിയൊന്നുമില്ല. ഞങ്ങൾ അവിടെയാണ് കഴിഞ്ഞത്. പിന്നാണ് അനുജനൊരു ഭയങ്കര ജോലിയെല്ലാം കിട്ടിയപ്പോഴാണ് ഒരു സാമാന്യം ചെറിയൊരു വീട് വെച്ചത്. മനസ്സിലായി. ഇപ്പം ഞങ്ങൾ 20 സെൻറ്റ് സ്ഥലവും ആ വീടുകൾ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. മറ്റേ വീട് പോയതുകൊണ്ട് ഞങ്ങൾ വെച്ചതൊന്നും. അപ്പോൾ ചെറ്റായെന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ നീ പോടാ ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. നിഘണ്ടു വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഇതിൽ മോശപ്പെട്ട ഒരു വാക്കില്ലെന്നാണ് പറയുന്നത്. എത്ര നിഘണ്ടു താങ്കൾ വായിച്ചു? ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ഇംഗ്ലീഷ് നിഘണ്ടുവും വായിച്ചിട്ടുണ്ട്. പിന്നെ പാർലമെന്റ് വ്യാമോഹമാണ് എനിക്ക്. മുഖ്യമന്ത്രി വരെ പറഞ്ഞെന്നാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു. അവിടെ തോക്കത്തില്ലാരും. ആ സീറ്റ് അങ്ങനെ, അതുകൊണ്ടാണ് ജയിച്ചത്. കണ്ണൂരിന്റെ പ്രത്യേകത ആലപ്പുഴ പോലല്ല. നേതാക്കന്മാർക്ക് ജയിക്കാൻ 6 സീറ്റ് ഉണ്ടാക്കി വിട്ടിരിക്കുക. 30,000 മുതൽ 70,000 വരെ അറിയാം. അവിടെ 6 സീറ്റ് ഉണ്ടാക്കാൻ. അതിലൊന്നാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, ഇതെല്ലാതാണ് നേതാക്കന്മാർക്ക് മത്സരിക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി വിമർശിക്കാൻ കൂട്ടാക്കാതെ ജി സുധാകരൻ. മാധ്യമപ്രവർത്തകൻ പിശക് ചോദ്യം ചോദിച്ചു. ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നത് സാധാരണ നിയമമാണെന്നും സുധാകരൻ പ്രതികരിച്ചു. ടോണി ലൂക്കോസ് മുഖ്യമന്ത്രിയോട് എനിക്കെതിരെ പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചല്ലോ. എനിക്കെതിരെ പറയാൻ വേണ്ടി ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയും. ആൻസർ അതിലുണ്ട്. അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ എന്നോട് ചോദിക്കണ്ട. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്കിനെ ചൊല്ലി വിവാദങ്ങൾ കൊഴുക്കുകയാണ്. പരസ്യമായി പിണറായിയെ കുറ്റം പറയാത്ത ജി സുധാകരൻ യോഗത്തിൽ എന്തെല്ലാമാണ് പറഞ്ഞത്? സരിക, ഈ പിണറായി വിജയന്റെ പരനാറി പ്രയോഗം ഒരു കാലത്ത് കേരള രാഷ്ട്രീയ സമൂഹം ഒന്നാകെ ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചെറ്റപ്രയോഗമാണ് ഇപ്പോൾ വീണ്ടും അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ജി സുധാകരനെതിരെ മുഖ്യമന്ത്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹം ചെയ്തതൊരു ചെറ്റത്തരമായിരുന്നു എന്നാണ് ജി സുധാകരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രിയെ തുടക്കം മുതൽ അദ്ദേഹത്തിനെ കടന്നാക്രമിക്കുന്ന രീതിയിലോ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്ന രീതിയിലോ ഒരു തരത്തിലുള്ള വാക്കുകളും ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലും ഉത്തരത്തിനല്ല ചോദ്യത്തിനാണ് പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന സുധാകരനാണ്. ഏതായാലും ഇന്ന് രാവിലെയാണ് അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ വേണ്ടി ജി സുധാകരൻ കുഞ്ചൻ സ്മാരകത്തിൽ, അമ്പലപ്പുഴ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള കുഞ്ചൻ സ്മാരകത്തിൽ എത്തുകയും കോൺഗ്രസ് പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ചെറ്റ എന്ന് മുഖ്യമന്ത്രി വിളിച്ചതായി പലരും പറയുന്നത് കേട്ടു. അങ്ങനെ വിളിക്കുന്നതിൽ തനിക്ക് അഭിമാനമാണുള്ളത്. 18 വയസ്സ് വരെ താൻ താമസിച്ചത് അത്തരത്തിലുള്ള ഒരു പുരയിലായിരുന്നു. തന്റെ അമ്മ ചാണകം മെഴുകിയ അത്തരത്തിലുള്ള ഒരു ചെറ്റയിൽ ആണ് താൻ താമസിച്ചത്. ചെറ്റ എന്നാൽ ഒരു മോശം വാക്കല്ല എന്നും നമ്മുടെ നിഘണ്ടുവിലെ ഏറ്റവും മോശം വാക്കാണത് എന്ന് ചിലരൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നും താൻ ലോകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ നിഘണ്ടുക്കളും വായിച്ചെന്നും അതിലൊന്നും ഇതൊരു മോശം വാക്കായി തനിക്ക് തോന്നിയിട്ടില്ല എന്നതടക്കം പറഞ്ഞുകൊണ്ട് നേർത്തൊരു പരിഹാസത്തോടു കൂടിയായിരുന്നു ജി സുധാകരന്റെ മറുപടി. ഏതായാലും പിണറായി വിജയൻ തന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, താൻ അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള ചീത്തയും വിളിക്കില്ല, തന്നെ അദ്ദേഹത്തിന് വിമർശിക്കാം, പക്ഷേ
താൻ അങ്ങനെ വിളിക്കില്ല എന്ന് ജി സുധാകരൻ അസന്നിഗ്ധമായിട്ട് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർത്താ സമ്മേളനത്തിൽ, അതായത് പാർട്ടി വിടുന്നു എന്ന വാർത്താ സമ്മേളനത്തിൽ ജി സുധാകരൻ പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരണം എന്നാണ് തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ UDF പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി, അല്ലെങ്കിൽ തുടക്കത്തിലെ തന്നെ ഒരു കല്ലുകടിയൊക്കെയായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിലൊരു വിശദീകരണം നൽകുക കൂടിയായിരുന്നു ഈ ഒരു പ്രസ്താവനയുടെ പ്രസംഗത്തിലൂടെ ജി സുധാകരൻ ലക്ഷ്യം വെച്ചതെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഏതായാലും ചെറ്റ എന്നല്ല, തന്നെ വേണമെങ്കിൽ ഒറ്റ വറ്റ എന്ന് വേണമെങ്കിൽ വിളിച്ചോട്ടെ, എന്നാലും തനിക്ക് പ്രശ്നമില്ല എന്നതടക്കം മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറെക്കാലമായിട്ട് ധർമ്മടത്ത് നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിച്ചു വരുന്നത്. ധർമ്മടം പോലെയല്ല, അല്ലെങ്കിൽ കണ്ണൂർ പോലെയല്ല ആലപ്പുഴ, അമ്പലപ്പുഴ എന്നും മുഖ്യമന്ത്രിയെ ഏതായാലും ജി സുധാകരൻ, അതായത് പാർട്ടിയിൽ ഇപ്പോൾ ജി സുധാകരൻ ഉണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ ഏറ്റവും തൊട്ടു താഴെ വരുന്ന ഏറ്റവും വലിയ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു ജി സുധാകരൻ. അങ്ങനെയുള്ള ജി സുധാകരന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. കണ്ണൂർ പോലെയല്ല ആലപ്പുഴ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം കടന്നാക്രമിക്കുന്ന ഒരു പരാമർശമാണ് ഉണ്ടായതെന്ന് ഇപ്പോഴും പറയുവാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ ചെറ്റപ്രയോഗത്തിൽ അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നു. അതിൽ തനിക്ക് ലാക്കാക്കുന്ന വിധത്തിൽ ചെറ്റ എന്നാൽ പാവങ്ങളുടെ പുരയാണ് എന്നും ആ പേരിൽ തന്നെ പോലൊരു സാധാരണക്കാരനെ ആ പേര് വിളിച്ച് ആ പേരിന് കളങ്കം വരുത്തരുത് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും ഈ ഒരു ചെറ്റപ്രയോഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കുമെന്ന കാര്യം ഇതോടെ തീർച്ചയായിരിക്കുകയാണ്. സരിക, അമൽ, ഒരു കാര്യം കൂടി, യോഗത്തിൽ പിണറായിയെ വിമർശിച്ച ജി സുധാകരൻ എന്തുകൊണ്ടാകും പരസ്യമായ ഒരു വാക്ക് പോലും അദ്ദേഹത്തെ പറയാത്തത്? അതുതന്നെയാണ് സരിക. ഈ UDFന്റെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകർക്കടക്കം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെയും UDF നേതാക്കളടക്കം പരസ്യമായി പോലും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരുന്നുവെന്ന് പറയുന്ന ഒരാളെ UDFന് പിന്തുണയ്ക്കാൻ സാധിക്കുക എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴടക്കം മാധ്യമപ്രവർത്തകർ പലവട്ടം ചോദിച്ചെങ്കിലും മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ പിണറായി വിജയനെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചെറ്റപ്രയോഗത്തിന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതെല്ലാം ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നേർത്ത സ്വരത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയല്ലാതെ യാതൊരു വിശദീകരണം നൽകിയില്ല. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് UDFനുള്ളിൽ പിണറായി വിജയനെ വാർത്താ സമ്മേളനത്തിൽ, അതായത് കഴിഞ്ഞ പാർട്ടി വിടുകയാണ്, സ്വതന്ത്രനായി മത്സരിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയ ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മൂന്നാമതും പിണറായി വരണം, പാർട്ടി വരണമെന്ന് ആഗ്രഹമില്ല എന്ന ആ ഒരു പ്രസ്താവന വിവാദമായിരുന്നു. അതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിശദീകരണം നൽകുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ജനറൽ ബോഡിയുടെ ഒരു ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ജി സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയായിരുന്നു. മുതിർന്ന KPCC അംഗമായിട്ടുള്ള A ഷുക്കൂർ അടക്കമുള്ളവർ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അമ്പലപ്പുഴയിൽ എത്തുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ജി സുധാകരൻ തന്റെ ഊഴമെത്തിയപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ശ്രീ കുമാരനാശാന്റെ കവിതയടക്കം ഉദ്ധരിച്ചുകൊണ്ട് ചാത്തന്റെ പുരയാണ് ചെറ്റ എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ജി സുധാകരൻ ഈ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിച്ചത്. സരിക, ശരി.